നമസ്കാരം. ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിനാണോ നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്? അതോ വെറും 10 വർഷം കൊണ്ട് അധികാരം പിടിച്ചടക്കി അഹങ്കരിച്ച ആം ആദ്മി പാർട്ടി ഇന്ന് അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമാവുകയാണോ? അഴിമതിക്കെതിരെ പടപൊരുതാൻ വന്നവർ ഇന്ന് അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ് ശ്വാസം മുട്ടുകയാണ്. രാജ്യസഭയിൽ ആപ്പിന്റെ ശബ്ദമായിരുന്ന രാഘവ് ചദ്ധയുടെ നേതൃത്വത്തിൽ 10 എംപിമാരിൽ 7 പേരും BJPയുടെ ദേശീയ പാതയിലേക്ക് വരുന്നു എന്നത് കേവലം ഒരു വാർത്തയല്ല, ഇതൊരു പൊളിറ്റിക്കൽ സുനാമിയുടെ തുടക്കമാണ്. എന്തുകൊണ്ടാണ് ആപ്പിന്റെ വിശ്വസ്തർ ഓരോരുത്തരായി പാർട്ടി വിടുന്നത്? കെജ്രിവാളിന്റെ പതനം പൂർണ്ണമായോ? ഇതിന് പിന്നിലെ BJPയുടെ അജയ്യമായ ആ രാഷ്ട്രീയ തന്ത്രം എന്താണ്? പഞ്ചാബിൽ ഇനിയൊരു തിരിച്ചുപോക്ക് ആപ്പിന് സാധ്യമാണോ? എല്ലാത്തിനുമുപരി പ്രബുദ്ധമായ കേരള രാഷ്ട്രീയത്തിൽ ഇതിന്റെ അലയൊലികൾ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചരിത്രമൊന്ന് പരിശോധിക്കാം. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന പ്രസ്ഥാനത്തിലൂടെ അഴിമതിക്കെതിരെ ആദർശം പ്രസംഗിച്ചാണ് അരവിന്ദ് കെജ്രിവാളും സംഘവും രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അഴിമതിരഹിത ഭാരതം എന്ന വാഗ്ദാനം കേട്ട് ജനങ്ങൾ അവരെ വിശ്വസിച്ചു. എന്നാൽ ഇന്ന് ആ മുഖം മൂടി പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുകയാണ്. മദ്യനയ അഴിമതി ഉൾപ്പെടെയുള്ള കേസുകളിൽ പാർട്ടിയുടെ മുൻനിര നേതാക്കളെല്ലാം ഇന്ന് ജയിലിലാണ്. ആദർശത്തിന്റെ പേരിൽ വോട്ട് വാങ്ങിയവർ ജനങ്ങളെ വഞ്ചിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ പാർട്ടിയിൽ അനുഭവിക്കുന്ന ഈ തകർച്ച. കെജ്രിവാളിന്റെ അറസ്റ്റോടെ പാർട്ടി നാഥനില്ലാത്ത അവസ്ഥയിലായി. നേതാക്കൾക്ക് പോലും ഇപ്പോൾ പാർട്ടിയുടെ നിലപാടുകളിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു. ഒരു വശത്ത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുറുകുമ്പോൾ മറുവശത്ത് നേതൃത്വമില്ലായ്മ ആപ്പിനെ ഒരു മുങ്ങുന്ന കപ്പലായി മാറ്റിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ആദർശമുള്ള നേതാക്കൾക്ക് അഴിമതിയിൽ മുങ്ങിയ ഒരു പാർട്ടിക്കൊപ്പം നിൽക്കാൻ കഴിയില്ല. വികസനം ആഗ്രഹിക്കുന്ന നേതാക്കൾ BJP എന്ന സുരക്ഷിതമായ തീരം തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പരിണാമം മാത്രമാണ്. അഴിമതിയുടെ കറപുരളാത്ത ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിലേക്കാണ് അവർ ചുവടുവെക്കുന്നത്. ഇവിടെയാണ് നമ്മൾ രാഘവ് ചദ്ധ എന്ന നേതാവിനെ കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യേണ്ടത്. ആപ്പിന്റെ ദേശീയ മുഖമായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ ഫൈനാൻസ് കാര്യങ്ങളിലും നയരൂപീകരണത്തിലും നിർണായക പങ്കുവഹിച്ച വ്യക്തി. എന്നാൽ കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം പാർട്ടിയിൽ വലിയ തോതിലുള്ള വടംവലികൾ നടന്നിരുന്നു. ചദ്ധയെ പോലുള്ള ഒരു യുവ നേതാവിനെ ഒതുക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ ചില ഗ്രൂപ്പുകൾ നീക്കങ്ങൾ നടത്തിയതായി രാഷ്ട്രീയ കേന്ദ്രത്തിൽ സംസാരമുണ്ട്. തന്റെ രാഷ്ട്രീയ ഭാവിയും പഞ്ചാബിന്റെ താൽപര്യങ്ങളും അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ ചദ്ധ വികസന രാഷ്ട്രീയത്തിന്റെ വലിയ പാത തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ നമുക്ക് എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയം, ഇത്രയും എംപിമാരെ എങ്ങനെ പെട്ടെന്ന് BJPയിൽ എത്തിക്കാൻ ചദ്ധയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം BJPയുടെ കരുത്തുറ്റ ദേശീയ കാഴ്ചപ്പാടിലാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങളും ആഗോളതലത്തിൽ ഭാരതത്തിനുണ്ടായ മുന്നേറ്റവും ചദ്ധയെ പോലുള്ള ദീർഘവീക്ഷണമുള്ള യുവനേതാക്കളെ ആകർഷിച്ചു എന്നതാണ് സത്യം. കേവലം ഒരു കൂറുമാറ്റമല്ലിത്, മറിച്ച് രാഷ്ട്ര നിർമ്മാണത്തിന് BJP ആണ് ഏക വഴിയെന്ന തിരിച്ചറിവാണ്. ചദ്ധയുടെ വരവോടെ ആപ്പിന്റെ നട്ടെല്ലാണ് തകർന്നിരിക്കുന്നത്. പഞ്ചാബിൽ ആപ്പിന്റെ സ്വാധീനം ഇനി ചരിത്രമായി മാറും. BJPയുടെ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തെ ചിലർ വിമർശിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് അവരുടെ രാഷ്ട്രീയ മികവിന്റെയും ജനപ്രീതിയുടെയും തെളിവ് തന്നെയാണ്. ആ തെളിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കർണാടകയുടെ കാര്യം തന്നെ നോക്കുക. 2019 അന്ന് കോൺഗ്രസ് JDS സഖ്യത്തിന്റെ ഭരണപരാജയത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ BS യെദ്യൂരപ്പ നടത്തിയ നീക്കങ്ങൾ ആ സംസ്ഥാനത്തെ വലിയ വികസനത്തിലേക്കാണ് നയിച്ചത്. അഴിമതിയിൽ മുങ്ങിയ സർക്കാരിനെ താഴെ ഇറക്കി സുസ്ഥിരമായ ഒരു ഭരണം കൊണ്ടുവരിക എന്നതായിരുന്നു BJPയുടെ ലക്ഷ്യം. മധ്യപ്രദേശിൽ 2020 ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലൊരു കരുത്തനായ യുവ നേതാവ് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നത് അവിടുത്തെ ഭരണത്തെ കൂടുതൽ ശക്തമാക്കി. സിന്ധ്യയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് കോൺഗ്രസിൽ വില ലഭിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം BJP തിരഞ്ഞെടുത്തത്. BJP ഇന്ന് ഒരു വലിയ കാന്തിക ശക്തിയായി മാറുകയാണ്. വികസനം ആഗ്രഹിക്കുന്ന ഏത് നേതാവിനും ഇന്ന് BJP അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഗോവയിലും മണിപ്പൂരിലും നമ്മൾ കണ്ടത് ഇതേ മാതൃകയാണ്. ജനവിധി BJPക്ക് അനുകൂലമാകുമ്പോൾ അത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തകർത്ത് ഭരണം ഉറപ്പിക്കുക എന്നത് BJPയുടെ രാഷ്ട്രീയ തന്ത്രമാണ്.
ഇപ്പോൾ ഡൽഹിയിലും പഞ്ചാബിലും BJP ആവർത്തിക്കുന്നത് ഇതേ വിജയതന്ത്രം തന്നെയാണ്. പ്രതിപക്ഷം സ്വയം തകരുമ്പോൾ ജനം ആഗ്രഹിക്കുന്ന ഭരണം നൽകാൻ BJP മുന്നോട്ട് വരുന്നു. അടുത്ത ലക്ഷ്യം പഞ്ചാബാണ്. 8 മാസത്തിനപ്പുറം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. പഞ്ചാബിൽ BJPക്ക് സ്വാധീനമുണ്ടാക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുന്നവർക്ക് മുന്നിലാണ് രാഘവ് ഛദ്ദയുടെ ഈ നീക്കം ഒരു വലിയ ഉത്തരമാകുന്നത്. ആപ്പിന്റെയും കോൺഗ്രസിന്റെയും അടിത്തറ പഞ്ചാബിൽ ഇളകിക്കഴിഞ്ഞു. വികസന മുരടിപ്പും ക്രമസമാധാന തകർച്ചയും പഞ്ചാബിനെ തകർക്കുമ്പോൾ മോദി സർക്കാരിന്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ പഞ്ചാബിലെ ജനങ്ങൾ വലിയ പ്രത്യാശ അർപ്പിക്കുന്നു. രാഘവ് ഛദ്ദയ്ക്കൊപ്പം വരുന്ന ഈ 7 MP പഞ്ചാബ് രാഷ്ട്രീയത്തിൽ BJPക്ക് നൽകുന്ന മൈലേജ് ചെറുതൊന്നുമല്ല. ഇത് വെറും ഒരു കൂറുമാറ്റമല്ല, മറിച്ച് പഞ്ചാബിലെ സിഖ് സമൂഹത്തിന് BJPയിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന്റെ തെളിവാണ്. കർഷകരുടെ ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പഞ്ചാബിൽ ചർച്ചയായി കഴിഞ്ഞു. പഞ്ചാബിൽ താമര വിരിയുന്നതും BJP ഭരണം പിടിക്കുന്നതുമായ കാഴ്ചയാകും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഡൽഹിയിലെ ആപ്പിന്റെ തകർച്ച പഞ്ചാബിലെ വോട്ടർമാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം കേരള രാഷ്ട്രീയത്തിനെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ്. BJP എന്നത് കേരളത്തിലും ഒരു വിജയിക്കുന്ന പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞു എന്ന് ആ വിജയം തെളിയിച്ചു. LDFിലെയും UDFിലെയും പ്രീണന രാഷ്ട്രീയത്തിൽ മനം മടുത്ത പല നേതാക്കളും ഇന്ന് BJPയുമായി രഹസ്യമായി ബന്ധപ്പെടുന്നു എന്ന വാർത്തകൾ ഇന്ന് യാഥാർത്ഥ്യമായി മാറുകയാണ്. പത്മജ വേണുഗോപാലിന്റെ വരവ് ഒരു തുടക്കം മാത്രമാണ്. കേരളത്തിലെ രാഷ്ട്രീയ ധാർമ്മികത എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വോട്ടർമാരെ പറ്റിക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ്. എന്നാൽ വികസനം മാത്രം ലക്ഷ്യം വെക്കുന്ന ഒരു പുതിയ തലമുറ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. അവർ മോദി സർക്കാരിന്റെ വികസന നയങ്ങളെയാണ് പ്രതീക്ഷയോടെ കാണുന്നത്. അധികം വൈകാതെ തന്നെ കേരള രാഷ്ട്രീയത്തിലും ഇത്തരം വലിയ കൂറുമാറ്റങ്ങളും BJPയുടെ കരുത്തുറ്റ മുന്നേറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും തകർച്ച കേരളത്തിലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇരു കക്ഷികളുടെയും തകർച്ച ആരംഭിച്ചു എന്ന് പറയുന്ന കാരണം തൃശ്ശൂരിലെയും പാലക്കാട്ടെയും കണക്കുകൾ പരിശോധിക്കണം. അവിടെ BJP വോട്ട് വർദ്ധിപ്പിച്ചത് ആരുടെ വോട്ടുകൾ പിടിച്ചാണ്? കോൺഗ്രസിന്റെയും CPMന്റെയും ഉറച്ച വോട്ടുകളാണ് BJPയിലേക്ക് ഒഴുകുന്നത്. ഇത് ഈ 2 മുന്നണികൾക്കും ഒരേപോലെ ഭീഷണിയാണ്. നേതാക്കൾ BJPയിലേക്ക് വരുന്നത് വെറും ഒരു തുടക്കം മാത്രമാണ്. അണികളുടെ ഒഴുക്കാണ് വരാനിരിക്കുന്ന വലിയ മാറ്റം. താമര വിരിയാൻ കേരളത്തിന്റെ മണ്ണും പരുവപ്പെട്ടു കഴിഞ്ഞു. രാഷ്ട്രീയം എന്നത് വെറും വാചക കസർത്തല്ല, അത് കൃത്യമായ തന്ത്രങ്ങളുടെയും ജനക്ഷേമത്തിന്റെയും കളി തന്നെയാണ്. ആം ആദ്മി പാർട്ടിയുടെ പതനം ഇന്ത്യയിലെ എല്ലാ കുടുംബവാഴ്ച പാർട്ടികൾക്കും അഴിമതി പാർട്ടികൾക്കും ഉള്ള ഒരു അന്ത്യശാസനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വിശ്വഗുരുവാകാൻ കുതിക്കുമ്പോൾ ആ പ്രവാഹത്തിനൊപ്പം ചേരാൻ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ രാഷ്ട്രീയ മാറ്റത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? രാഘവ് ഛദ്ദയുടെ ഈ നീക്കം പഞ്ചാബിൽ BJPക്ക് വിജയം നൽകുമോ? അതേപോലെ തന്നെ കേരളത്തിലും താമര വിരിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി.